ദൈവ മനുഷ്യനായി ദൈവ മനസ്സുള്ള ഒരു മകൻ ഞങ്ങളുടെ വീട്ടിൽ 62 വർഷമായിട്ടുണ്ടായിരുന്നെന്ന് ഇന്നത്തെ സാക്ഷ്യങ്ങൾ തെളിയിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ മാതൃകയായി നമുക്ക് തന്ന ആ വലിയ അനുഭവങ്ങൾ നാളെ നമുക്ക് പിന്തുടരാം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ 10 മക്കളാണ്. ഇന്ന് 5 പേര് ജീവിച്ചിരിപ്പുണ്ട്. PC മാസ്റ്റർ അഥവാ KO വർഗീസ് പാസ്റ്റർ, KO സൈമൺ ജ്യേഷ്ഠൻ ഇവിടെ വന്നിട്ടുണ്ട്. KO അമ്മണി ടീച്ചർ വയ്യാതിരിക്കുന്നു. KO സാറാമയും KO തോമസുമാണ് ഈ 5 പേര്. മരണം കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ച ആദ്യ കാര്യം, ഈ കുടുംബത്തിലെ പിതാക്കന്മാർ 5 പേര് ജീവിച്ചിരിക്കുമ്പോൾ 2 പേര് മരിച്ചു. ഒന്ന് PC മാസ്റ്ററുടെ മകൻ ജോയ്, 2 മൂത്ത ജ്യേഷ്ഠൻ്റെ മകൻ ജെയ്സൺ. ഞങ്ങൾ 5 പേര് ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ 2 മരണങ്ങൾ ഞങ്ങൾ കാണുന്നത്. പെട്ടെന്ന് എൻ്റെ അകത്ത് ഇയ്യോബിൻ്റെ പുസ്തകമാണ് വന്നത്. ഹസ്ബൻഡും വൈഫും ജീവിച്ചിരിക്കുമ്പോഴാണ് 10 മക്കൾ ഒരു ദിവസം വേർപെടുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 41 അധ്യായങ്ങൾ മാത്രമല്ല, 42-ാമത്തെ ഒരു അധ്യായം കൂടെ മാറ്റിവെച്ചിട്ടുണ്ട് എന്നറിയുന്നവർ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുഭവങ്ങൾ ഞാൻ പകർത്തി വയ്ക്കാൻ തുടങ്ങിയാൽ 4 മണിക്കൂറിന്ന് പോകാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ വിളിക്കുന്ന കൊച്ചുമോനും നാട്ടുകാരറിയുന്ന MI മാത്യൂസും. ബഹ്റിനിൽ ഞാൻ പോകാനുള്ള കാര്യത്തിൽ അതീവ പങ്കുവഹിച്ചവനാണ് നമ്മുടെ കൊച്ചുമോൻ. അവിടെ ജെയ്സനും ഇവരൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന വീട്ടിലായിരുന്നു ഞങ്ങളും. ജെയ്സൺ എൻ്റെ വീട്ടിൽ കുറേ നാളുകൾ താമസിച്ചിട്ടുണ്ട്. അതും ഓർക്കുക, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ വിടുന്നു, അവയൊക്കെ പറയാൻ തുടങ്ങേണ്ട സമയം കൂടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ സന്ദർഭം കുറെ കൂടെ ശ്രദ്ധിക്കണ്ടേ. ജെയ്സനും ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു ആമ്പല്ലൂർ വെണ്ടൂർ എന്ന സ്ഥലത്ത്. ഒരുമിച്ച് കൊച്ചുമോനും ഓമനയും ഒക്കെയുള്ള വീട്ടിൽ താമസിക്കാനിടയായി. ഒരുമിച്ചുള്ള താമസത്തിൽ തൻ്റെ ഡീലിങ്സും മാനറും ക്യാരക്ടറും ഒക്കെ കുറെ കൂടെ അടുത്തറിയാനും ഇടയായിട്ടുണ്ട്. ഈ രോഗം വന്ന സമയത്ത് ഞങ്ങളിവിടെ വന്നിരുന്നു. അല്പസമയം ഞങ്ങൾക്ക് ഒരുമിച്ച് ചെലവഴിപ്പാനിടയായി. ഈ വീട്ടിൽ ഇരുന്ന് കുറേ നേരം സംസാരിക്കാനിടയായി. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം പറയാം. നിരാശ എന്നൊരു വാക്ക് ഒരിക്കൽ പോലും എൻ്റെ മുമ്പിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. നിരാശ വരാതിരിക്കണമെങ്കിൽ 2 പ്രധാന കാര്യം വേണമെന്നാണ് ബൈബിൾ പറയുന്നത്. 1 അത്യന്ത ശക്തി വേണം, 2 പരിശുദ്ധാത്മാവ് വേണം. ഇത് 2ഉം സമ്മേളിച്ച ഒരു വ്യക്തിയുടെ ബോഡിയാണ് ഇവിടെ കിടക്കുന്നത്. ദൈവം ഇത്ര വലിയ തോതിൽ ജെയ്സനെ ഉപയോഗിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രസംഗം പറയാനായിട്ടുള്ള സമയമില്ലാത്തതുകൊണ്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഈ വാക്കുകൾ ഇവിടെ നിർത്താം. പല പ്രാവശ്യം എൻ്റെ ഭവനത്തിൽ ജെയ്സൺ വന്നിട്ടുണ്ട്. നമ്മുടെ ലില്ലിക്കുട്ടി ചേച്ചി ഇവിടെയുണ്ട്. ഓർക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളാണുള്ളത്. കൊച്ചുമോൻ്റെ കുടുംബവും ഗ്രേസി, ജെയ്സൺ ഒക്കെ ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ കളിച്ചു വളർന്നവരാണ് ഈ മുറ്റത്ത്. അത്രയും കാര്യങ്ങൾ തൽക്കാലം ഞാനിവിടെ പറയുമ്പോൾ ഓർക്കുക, അഭേദ്യമായ ബന്ധം ഒരു കുടുംബം എന്നതിനേക്കാൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഉറക്കെ പറയട്ടെ. ആ മോൻ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുകയാണ്. സൈമൻ ചേട്ടൻ കരഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇന്ന് കരഞ്ഞു. സൈമൻ ചേട്ടൻ രക്ഷിക്കപ്പെടാത്ത ഒരാളായിരുന്നു. കൃപയാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് അടുക്കാൻ ഒരവസരം കൂടി ദൈവം നൽകിയതിനാൽ ഞാൻ അവിടെയും ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വേർപാടിൽ 2 കാര്യങ്ങൾ ഓർപ്പിക്കാൻ താല്പര്യമുണ്ട്. 1, മരണം എന്ന വാക്ക് ഉൽപ്പത്തി 2:17 ആരംഭിക്കുന്നത്. അവസാനം വെളിപ്പാട് 21:8 തീരുന്നത്. തിന്നുന്ന നാളിൽ മരിക്കും എന്നാണ് ആദ്യം കാണുന്നത്. 2ാമത്തെ മരണമെന്നാണ് ഒടുക്കം കാണുന്നത്.
നന്മയുടെയും തിന്മയുടെയും അനുഭവരൂപമായ ജ്ഞാനം നൽകുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കുമെന്നാണ് ശരിയായ ഭാഷ. അല്ലെങ്കിൽ അതിൻ്റെ അത് വ്യാഖ്യാനാർത്ഥമല്ല, ശരിയായ തർജ്ജമ. അത് തിന്നുന്ന നാളിൽ മരിക്കും. അപ്പോൾ വ്യവസ്ഥ വെച്ചിട്ടുണ്ട് മരണത്തിന്. ആദ്യത്തേത് ആ മരണം എന്താണ് എന്നും കൂടി അറിയണ്ടേ. തിന്നുന്ന നാളിൽ അവൻ മരിച്ചില്ല. ഒരു ശ്രദ്ധിക്കുക, നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്, തിന്നുന്ന നാളിൽ മരിച്ചില്ല. എന്തുകൊണ്ട്? അപ്പം മരണമെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കുക. പെരിഷ്, നാശം, ഡിസ്ട്രക്ഷൻ എന്നൊരർത്ഥമുണ്ട്. തിന്നുന്ന നാളിൽ ആദാമിന് നാശം സംഭവിച്ചു, നഷ്ടം സംഭവിച്ചു. അതാണ് ആ മരണം. എന്നാൽ 900 വർഷം കഴിഞ്ഞപ്പോഴാണ് ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ടത്. ജെയ്സൻ്റെ ശരീരത്തിൽ നിന്ന് ജീവനും ആത്മാവും ഇന്നലെ വേർപെട്ടു. അക്കരെ കർത്താവിൻ്റെ അരികിലുള്ളതിനാൽ സ്തോത്രം ചെയ്യുകയാണ്. ഈ ബോഡിക്ക് ഇന്നു മുതൽ നാശം വരിക്കും. അപ്പം മരണം എന്ന വാക്കിൻ്റെ 2 ഭാഗവും ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുകയാണ്. ഈ കാര്യം അറിയുന്ന കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ്, ധൈര്യമായി പറയാൻ കഴിയുമോ? ഇന്ന് അക്കരയ്ക്ക് പോയാൽ എൻ്റെ ശരീരം ഇവിടെ നാശം സംഭവിച്ചാലും ഞാൻ പോകുന്ന അക്കരെ എന്ന് പറയുന്നത് നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളായ ദൈവം വസിക്കുന്ന രാജ്യത്തിലാകും, ആയിരിക്കും എന്ന് ഉറപ്പ് പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവരെല്ലാം ഒരു ഹല്ലേലൂയ പറഞ്ഞ് ആരാധിച്ചാണ്. ആ ഉറപ്പുള്ളവനാണ് നമ്മൾ വിട്ടുപോയ ജെയ്സൺ. അതെനിക്ക് പരിപൂർണമായി സന്തോഷത്തോടെ പറയാൻ കഴിയും. ഇന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി ഇവിടെ മറവ് ചെയ്യുമ്പോൾ അത് നശിക്കും, ഈ മണ്ണിനോട് ലയിക്കും, അതിൽ നിന്നല്ല എടുത്തിരിക്കുന്നത്. എന്നാൽ കർത്താവ് അയേറയിൽ അഥവാ അറ്റ്മോസ്ഫറിക് റീജിയൻ എന്നും എയർ എന്നൊക്കെ അർത്ഥമുള്ള അയേറയിൽ വരാൻ പോകുകയാണ്. മധ്യാകാശം എന്നല്ല അതിന് ശരി, മെസൗറാനമറ്റി എന്ന പദമാണ് മധ്യാകാശത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്, ആ പദമല്ല. അപ്പോൾ അയേറയിൽ യേശു കർത്താവ് വരുമ്പോൾ ഇപ്പോൾ വന്നിരിക്കുക എന്ന് വിചാരിക്കുക. നിങ്ങളെല്ലാവരും നോക്കിയേ, യേശു അയേറയിൽ വന്നാൽ സംഭവിക്കുന്നത് എന്തായിരിക്കും? നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ആദ്യം ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കും. ബൈബിൾ അറിയുന്ന സൈമൺ സാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ പണ്ഡിതനായ ദൈവദാസൻ്റെ കയ്യിലേക്ക് അതൊക്കെ വിട്ടുകൊടുക്കണം. 7 സൂര്യപ്രകാശത്തെക്കാൾ പ്രകാശം ഉള്ള ഒരു ശരീരമാണ് യെശയ്യാവ് 24 പറയുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയാണ് 2 കോരിന്ത്യർ 4 പറയുന്നത്. നിത്യഘനമുള്ളൊരു തേജസ്സിൻ്റെ ശരീരവുമായി നമ്മുടെ ജെയ്സൺ യേശു ഇപ്പോൾ വന്നാൽ ഉയർക്കാൻ പോകുകയാണ്. നമ്മളെക്കാൾ മുമ്പേ ആദ്യം അതാണ് നടക്കുക. അത് കഴിഞ്ഞിട്ടാണ് രൂപമാറ്റം വരിക. ഇപ്പോൾ യേശു അയേറയിൽ വന്നാൽ എത്ര പേര് പോകും എന്ന് ഉറപ്പുണ്ടെന്നാണ് ചോദ്യം. ആ ഉറപ്പ് വരുത്താൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ജെയ്സിൻ്റെ വേർപാടിൽ അങ്ങനെ ഉറപ്പ് വരുത്താൻ ഈ നാട്ടുകാർ, വീട്ടുകാർ, ഇതിനകത്ത് വന്നവർ തയ്യാറാകണം. കാരണം ലോകം തീരാൻ ഇനി അധികം കാലങ്ങളില്ല, യേശു വരാൻ ഇനി അധികം കാലങ്ങളില്ല. 20 കാര്യങ്ങളാണ് ഇനി ലോകത്തിൽ പ്രത്യക്ഷപ്പെടാനുള്ളത്. അതിൽ 17 എണ്ണം ആദ്യവും 2ാം ഭാഗമാണ് 3. ആ 17 എണ്ണം പ്രത്യക്ഷപ്പെടുന്നതിനുള്ള എല്ലാ ലക്ഷണങ്ങളിലേക്കും ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓർക്കുന്നുണ്ടോ ഈ മരണം കൊണ്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം? അത്ര അടുത്തിരിക്കുന്ന സമയത്ത് ഉറക്കെ ചിന്തിക്കാൻ കഴിയുമോ, എനിക്കും ഒരു മരണമുണ്ട്? ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞത് ഇങ്ങനെയാണ്, ഗാന്ധിജിയോടെ പറഞ്ഞത്, നമ്മൾ മരിക്കും, മരിക്കുമ്പോൾ നമ്മൾ കരയും, അതോ ചിരിക്കുമോ? ജനിച്ചപ്പോൾ കരഞ്ഞു, എന്നാൽ ബാബുജി ഇനി മരിക്കുമ്പോൾ ചിരിക്കാൻ കഴിയുമോ? ഒരേ ഒരു പാർട്ടിക്ക് പറ്റൂ, ക്രിസ്തു ഉള്ളിൽ വന്നിട്ടുള്ളവർക്ക് മാത്രം. അങ്ങനെ ക്രിസ്തു ഉള്ളിൽ വന്നിട്ടുള്ളവരെല്ലാം കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇന്ന് ജെയ്സൻ്റെ വേർപാടിൽ ക്രിസ്തു ഉള്ളവരായി ഇവിടെ നിന്ന് പോകുവാൻ ഞങ്ങൾ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. നിശ്ചയമായും ക്രിസ്തു ഉള്ളവരായി പോകണം. ജെയ്സൺ ക്രിസ്തു ഉള്ളവനായിട്ടാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. എൻ്റെ പിതാവിൻ്റെ മരണം നടന്ന് കുറേ നാളുമായി പിതാവ് എൻ്റെ ജ്യേഷ്ഠൻ്റെ മരണത്തിൽ പറഞ്ഞ കാര്യം ജോസ് പറഞ്ഞു.
ആ മരണ ദിവസം ഒരു ഫിയറ്റ് കാർ ഞങ്ങളുടെ മുമ്പിൽ വന്നു. സൈമൻ ചേട്ടനറിയാം. ആ കാറിൽ മുളഞ്ഞൊത്താവുള്ള ഉദ്യോഗസ്ഥന്മാരാണ് വന്നത്. അതിൽ വന്ന 4 ഹിന്ദു സഹോദരന്മാരിൽ ഒരാൾ എൻ്റെ പിതാവിനോട് പറയുകയാണ്, ഞങ്ങളുടെ പിതാവിനോട്, സാമുവേൽ മാസ്റ്റർക്ക് തലവേദന കൂടുതലാണ്. ഉടനെ എൻ്റെ പിതാവ് ചോദിച്ചു, മരിച്ചുവെങ്കിൽ സാറുമാരെ അത് പറഞ്ഞോളൂ, എൻ്റെ മകൻ മരിച്ചുവെങ്കിൽ അത് പറഞ്ഞോളൂ. കാരണം എന്താ, എൻ്റെ മകൻ പോയിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ അടുക്കലാണെന്ന് ഉറപ്പുണ്ട്, നിങ്ങൾ പറഞ്ഞോളൂ. 4200 മതങ്ങളുള്ള ഈ ലോകത്തിൽ ഇത് തുറന്നു പറയാൻ കഴിയുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ആ കൈയൊന്ന് ഉയർത്താൻ വരുമോ? മരിച്ചുവെങ്കിൽ പറയൂ, ഞങ്ങളുടെ മകൻ യേശുവിൻ്റെ അടുക്കലാണ് പോയെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള, ഉറപ്പുള്ള, കൃപയുള്ള, ആശ്വാസമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്ന ആരാധിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. വാക്കുകൾക്ക് ദൈർഘ്യം പാടില്ലല്ലോ, ബുദ്ധിപരമായി വേണ്ടത്. ഒരു ചോദ്യം കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞ കാര്യം ഈ കുന്നംകുളത്ത് നടന്നിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങൾ യൂട്യൂബ് നോക്കിയാൽ അറിയാം, ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത്. ND ശമൂവേൽ പാസ്റ്റർ നിങ്ങൾക്ക് പലർക്കും അറിയാം, പഠിക്കുന്ന പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ഞങ്ങൾ പണ്ടത്തെ ഒരു വാനിൽ ആളുകളായിട്ട് ഒരുമിച്ച് വന്നു നെല്ലികുന്നത്തുനിന്ന്. അപ്പോൾ ശമൂവേൽ പാസ്റ്റർക്ക് എന്നെ നന്നായിട്ട് അറിയാം. ശ്യാമു എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങൾ 2 പേരും പാട്ട് പാടാറുണ്ടെന്ന്. ഇന്നും പാട്ട് പാടും, നിങ്ങൾ ഇരിക്കില്ലെന്നുള്ളൂ. ആ പാട്ട് പാടുന്ന കാരണത്താൽ അത് പാസ്റ്ററിനോട് പറഞ്ഞു, മോനെ 2 പാട്ട് പാടണം. അതെന്താ? ഒന്ന് പ്രത്യാശയുടെ ഗാനം ഞാൻ ഈ പറയുന്നത് പാടണം. അത് പാടിത്തീർന്നാൽ ഞാനും നിൻ്റെ കൂടെ പാടും ഞാൻ യേശുവിനു ജീവൻ പോവോളം. ഈ പാട്ടിലെ പോവോളം എന്നത് വരെ ശമൂവേൽ പാസ്റ്റർ പാടി. പിന്നെ അദ്ദേഹം പോയി ഞങ്ങളുടെ ഇവിടെ ഇരിക്കുക. ധൈര്യമായി സന്തോഷത്തോടെ പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുപോലെ പ്രത്യാശ അങ്കുരിക്കുന്നൊരു ചങ്കായി, ക്രിസ്തുവുള്ള ഒരു ഹൃദയമായി, ക്രിസ്തുവുള്ള പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയായി നിങ്ങൾക്കും ആകാൻ കഴിയുമെന്ന് അദ്ദേഹം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ അകത്ത് എന്നേക്കുമായി എഴുതി വയ്ക്കുക. നിങ്ങൾ ഉറക്കെ ചിന്തിക്കണം, യേശുവുള്ള പരിശുദ്ധാത്മാവുള്ള രക്ഷയുള്ള ഒരു വ്യക്തിയായി ഇന്ന് ഞാനും തീരട്ടെ. അനുഭവങ്ങളുടെ കലവറയിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഞാൻ റൂമിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഗ്രേസിയുടെ ചരിത്രം മുതൽ, ജെയ്സിൻ്റെ ചരിത്രം മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ അവിടെ ഇരുന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒക്കെ പറയാൻ സന്തോഷമുണ്ട്, സമയം പരിധി വെച്ചുകൊണ്ട് നിൽക്കുന്നു. നിരവധി അനുഭവങ്ങളുടെ കലവറയാണ് ഈ വീട് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? അതിൽ മറക്കാൻ കഴിയാത്ത ആളാണ് ഞങ്ങളുടെ ശോശാമ്മ ചേച്ചി. ശോശാമ്മ ചേച്ചിയുടെ മകൻ തന്നെയാണ് ജെയ്സൺ എന്ന് പറയാൻ വളരെ കഴിയും എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ചേച്ചിയുടെ മരണത്തിന് നമ്മളെല്ലാവരോടും കൂടിയതാണ്. വലിയ ഒരു ദൈവമനുഷ്യനെ, ആത്മഫലങ്ങളുള്ള ഒരു ദൈവമനുഷ്യനെ ഇന്നലെ നമ്മളിവിടെ വേർപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശരീരമാണ് ഇവിടെ കിടക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. പരിശുദ്ധാത്മഫലങ്ങളുള്ള, ആത്മാവുള്ള, ദൈവകൃപയുള്ള, ദൈവത്തിൻ്റെ സ്നേഹമുള്ള, നിസ്തുല്യ സ്നേഹത്തിൻ്റെ വ്യക്തിത്വങ്ങളായി നമ്മളേവരും തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ കൈകളൊന്ന് ഉയർത്തി പ്രാർത്ഥിച്ചാൽ എല്ലാവരും, ദൈവമേ അങ്ങനൊരു വലിയ അനുഭവത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് അക്കരെ ചെല്ലാം. അയേറയിൽ നമ്മുടെ കർത്താവ് വരുന്ന സമയത്ത് ജെയ്സന് ഒരുമിച്ച് വലിയ തേജസ്സോടെ ഇവിടുന്ന് പറന്നു പോകാൻ കഴിയുമെന്ന് നല്ലൊരു ഉറപ്പ് എനിക്കുമുണ്ട്. റൂബി, മക്കൾ, 2 കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, ഏറ്റവും വലിയ തീരാത്ത സന്തോഷം തരുന്ന യേശു കർത്താവ് എന്നും നമ്മുടെ കൂടെയുണ്ട്. എന്നും നമ്മുടെ കൂടെയുണ്ട്. ഇപ്പം എൻ്റെ പിതാവ് എൻ്റെ കൂടെയില്ല, എൻ്റെ മാതാവ് എൻ്റെ കൂടെയില്ല,
എൻ്റെ മാതാവും ചേച്ചിയും കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും ഇങ്ങനെ നടക്കുമ്പോൾ ചെറുപ്പത്തിൽ വീഴുകയാണ്, മുമ്പോട്ട് വീഴുകയാണ്. അപ്പോൾ ചേച്ചി എൻ്റെ അമ്മോട് പറയുകയാണ്, നമ്മുടെ കാലം കഴിഞ്ഞാൽ ഇനി തോമസിൻ്റെ ഗതി എന്തായിരിക്കും? അവരുടെ കാലമൊക്കെ കഴിഞ്ഞു, എന്നിട്ട് ഇന്നും ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. തീർന്നു പോകുന്ന ലോകത്തിൽ തീരാത്ത സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ തരാൻ കഴിയുന്ന നമ്മുടെ യേശു ഉണ്ടെന്ന് ഉറപ്പുള്ളവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? സന്തോഷത്തോടൊരു ഹല്ലേലൂയ പറയാം നമുക്കല്ലേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തൊട്ടുപുറകിൽ സെൻട്രൽ പാസ്റ്റർ, ഞാൻ സ്നേഹിക്കുന്ന ദൈവദാസനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഞാനും കൊതിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ് വിൽസൺ പാസ്റ്റർ. ഇവിടെ വന്ന പലരും എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അവരെല്ലാം ഓർത്ത് സ്തോത്രം. അവർക്കെല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലാം. എൻ്റെ മകൻ സന്തോഷവും കുടുംബവും ലക്നോയിൽ നിന്ന് വരാനിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂരിൽ നിന്ന് നേരെ ജെയ്സനെ കാണാനുള്ള ക്രമീകരണം ചെയ്ത ഡേറ്റ് ഈ ആഴ്ചയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ കുടുംബമായി ഒരുമിച്ച് വരാൻ അവർ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്തതാണ്. പക്ഷെ കർത്താവിൻ്റെ വിഷയം അങ്ങനെയല്ല, കർത്താവ് അങ്ങനെയല്ല തീരുമാനിച്ചത്. അതോർത്ത് ദുഃഖമല്ല എനിക്കുള്ളത്, ഒരിക്കലും അവനെ കാണാമെന്നുള്ള സന്തോഷമാണുള്ളത്. ആ പ്രത്യാശയുള്ളവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഈ വാക്ക് ഇവിടെ കൊത്തിടുന്നു. സ്വർഗം നമുക്ക് ഏവർക്കും അനുഗ്രഹം തരട്ടെ. ഈ കുഞ്ഞുങ്ങളെ കർത്താവ് ബലപ്പെടുത്തട്ടെ. വളരെ ശക്തി റൂബിക്കും ദൈവം നൽകട്ടെ. അതിനാവശ്യമായ കൃപ നൽകുന്ന ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം. മഹത്വം മുഴുവൻ ദൈവത്തിനെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.